ഇപ്പോൾ 24 സംഘം ഇപ്പോൾ ഡോംബിവേലിയിലാണ് എത്തിയിട്ടുള്ളത്. പണം നഷ്ടപ്പെട്ട തോമസ് എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ഒപ്പം തന്നെ ഡോംബിവേലിയിലെ കേരള സമാജം ചെയർമാൻ വർഗീസ് ഡാനിയൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ കാര്യത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ഏതായാലും ആദ്യം എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. തോമസ് ഏട്ടാ, എന്താ അന്ന് സംഭവിച്ചത്? അന്ന് ഒരു 11:30 ആയപ്പോൾ എനിക്കൊരു കോള് വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയി. കോളേജിൽ ചെന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു കോളേജിൽ പോയാൽ കോളേജിൽ ചെന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, അവനൊരു ക്രൈമിലാവപ്പെട്ട് ഞങ്ങളും ഇവിടെ പിടിച്ചു വെച്ചേക്കുക. അത് അവൻ തെറ്റ് ചെയ്തേക്കുക. അവൻ്റെ കൂട്ടത്തിൽ 3-4 പിള്ളേർ വേറെയുമുണ്ട്. പോലീസാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. പോലീസാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പം ഞാനാകെ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുഞ്ഞിനെ കൊണ്ട് എനിക്ക് എൻ്റെ ചെറുക്കനുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ എൻ്റെ ഫോൺ തന്നിട്ട് എൻ്റെ ചെറുക്കൻ്റെ അതേ സൗണ്ടിൽ പപ്പ ഇവരെന്നെ അടിക്കുന്നു നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അന്നേരം അവർ ഫോൺ അങ്ങ് മാറ്റിയിട്ട് ഇതിപ്പം ഞങ്ങൾക്കിപ്പോൾ സ്റ്റേഷനിൽ ഉടനെ കൊണ്ടുപോയേ പറ്റൂ, നമ്മളെ അങ്ങ് ഇത് ചെയ്യുക, ടെൻഷനാക്കുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 80,000 രൂപ തരണം. 80,000 രൂപ തന്നാൽ നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഒന്നുമില്ല തരാൻ, പിന്നെ അക്കൗണ്ടിൽ എത്ര കാണും? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അക്കൗണ്ടിലൊന്നുമില്ല, ഒരു 10-12 വല്ലതും കാണും, ഉള്ളത് ഇപ്പോൾ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു നമ്പർ തന്നു. ഞാനപ്പം വീട്ടിൽ വിളിച്ചിട്ട് തന്നെ വൈഫിനെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചേ. ഒരു 12,000 രൂപ ഇടിപ്പിച്ചു. നിങ്ങൾ അപ്പം തന്നെ പൈസ 12,000 രൂപ ഇട്ടു. 12,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇതിൽ തീരത്തില്ല, ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, നമുക്കൊരു കാര്യം ചെയ്യാം, 40,000 രൂപയ്ക്ക് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ ആ അക്കൗണ്ടിൽ പൈസയില്ല. അപ്പം ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന്, കമ്പനിയിലുള്ള ഒരു ഫ്രണ്ട്, സുനിൽ എന്നും പറഞ്ഞൊരു ഫ്രണ്ട്, അവനോട് പറഞ്ഞു ശാലം പൈസ എനിക്ക് വേണം, ഒരു നമ്പറിൽ ഇടാനെന്ന് പറഞ്ഞ് ഈ നമ്പർ കൊടുത്തു പറഞ്ഞ് അവൻ ആ പൈസ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്തു പറഞ്ഞ് പിന്നെ വീണ്ടും മൊത്തം അപ്പം 40 പോയി. ഇല്ല, 28-ഉം 12-ഉം അങ്ങനെ 40 അവരുടെ ചെന്നു. പിന്നെ ഈ ഫോൺ കട്ട് ചെയ്യാൻ എനിക്ക് സമയം തരുന്നുമില്ല. ഞാൻ 2 പ്രാവശ്യം അതിനിടയ്ക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു നമ്പർ തപ്പാനായിട്ട് മൊബൈലിൽ നോക്കുമ്പോഴത്തേന് അവർ വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരൊരു 3 നമ്പർ ഉണ്ട്, 3 നമ്പറിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഞാൻ ഒരു രക്ഷയില്ല, പിന്നെ ഞാൻ ഈ ഫോൺ ചാലു വെച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവനോട് പറഞ്ഞു എനിക്ക് മൊബൈലൊന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫിൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അതിനകത്ത് ഡയൽ ചെയ്തിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ 28,000 രൂപയിട്ട് വീണ്ടും പൈസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. അതിനെ ഞാൻ പിന്നെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് എവിടെ പോയതാ, കുഞ്ഞ് കോളേജിലുണ്ടോയെന്ന് എളുപ്പം ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് അവിടെ നിന്ന് ഇറങ്ങി കോളേജിൽ ചെന്ന് പിന്നെ കുഞ്ഞിനെ കണ്ടുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവൻ കോളേജിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഞങ്ങളെന്നാൽ പൈസ ഇട്ടില്ലേ അവനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഫോൺ കട്ടായി. ഈ കട്ടായതിന് ശേഷവും ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ മാൻപാട പോലീസ് സ്റ്റേഷനിൽ വരാൻ കൊണ്ട് വന്നപ്പോഴും ഒരു പ്രാവശ്യം കോൾ ചെയ്തു. പിന്നെ ഇന്നലെ 11:30 ആയപ്പോൾ 2 പ്രാവശ്യം കോൾ ചെയ്തു. എന്താ പറയുന്നത്? അപ്പോഴെന്താ എടുത്തില്ല, ഫോൺ എടുത്തില്ല. ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇവര് കുഞ്ഞെന്നോട് സംസാരിച്ചാൽ നമ്മുടെ മലയാളത്തിൽ അതേ ശബ്ദമായിരുന്നു. അതേ ശബ്ദം. സൗണ്ടിന് ഒരു ശകലമെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ട് വരത്തില്ല. ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവർ സംസാരിച്ചത് ഹിന്ദിയിൽ. പിന്നെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ പിന്നെ അവരുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ചെല്ലുന്ന അവിടെ ഈ വയർലെക്സ് ഇങ്ങനെ ഇത് ചെയ്യുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് മൊത്തം ഉണ്ടാക്കി ആ ശബ്ദം നമുക്ക് ഫോണിൽ കൂടെ കേൾക്കാം. പോലീസ് സ്റ്റേഷൻ വിശ്വസിച്ച് പോകും. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. ഈ വിവരം കേട്ടപ്പോഴേ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ മകനെ പോയി നോക്കുക, ആകെ പേടിച്ച് വിഷമിച്ച് പോയി കാണുമല്ലേ? വിഷമിച്ച്, കാരണം അവൻ കോളേജിൽ ചെല്ലുന്നുണ്ട്. എനിക്കെന്നും കോൾ ചെയ്യുന്ന മമ്മി ഞാൻ കോളേജിൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി അയാൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം കുഞ്ഞ് കോളേജിലുണ്ടെന്ന്. അപ്പം പുള്ളി പാനിക്കായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിൽ ചെയ്യുന്ന കുഞ്ഞിൻ്റെ ഫോണും നമുക്ക് ചെയ്യാനൊക്കത്തില്ല. പുള്ളിക്കും ഫോൺ ചെയ്യാനൊക്കത്തില്ല, പുള്ളിക്കും മോനും ഫോൺ ചെയ്യാനൊക്കുന്നില്ല. അപ്പം പുള്ളിയുടെ ഫോൺ ഫുള്ള് ഹാക്കാക്കി വെച്ചേക്കുമായിക്കൊണ്ട് അപ്പോൾ പുള്ളി വേറെ നമ്പറിൽ നിന്ന് ചെയ്യുന്നുണ്ട്. മോനോട് പറഞ്ഞില്ലേ ഞാൻ അവിടെ അവരെന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വരുന്ന കോൾ എടുക്കാനും പാടില്ല, പിന്നെ ആർക്കും കോൾ ചെയ്യാനും പാടില്ല.
അന്നേരം അപ്പം ഞാൻ ചെന്നു, കോളേജിൽ ചെന്നു, കുഞ്ഞിനോട് സംസാരിച്ചു, കുഞ്ഞിനോട് പപ്പായെ സംസാരിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ജീവൻ നേരെ വീണിട്ട് പപ്പായ്ക്ക് ജീവൻ നേരെയത്. കാരണം ഞാൻ കുഞ്ഞിനോട് സംസാരിച്ചെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് കുഞ്ഞുണ്ടെന്നറിയാം. പിന്നെയും പപ്പായ്ക്ക് ഇത്ര കോള് വന്നപ്പം അതപ്പോൾ ഒരു പ്രശ്നമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓടിച്ചെന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സാറുമാരുടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡൊമ്പുവില്ലിൽ നിന്ന് ഫോൺ വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 4 മണിക്ക് വീണ്ടും ഇവർ കണ്ടിന്യൂ ഫോൺ ചെയ്യുന്നതുകൊണ്ട് പപ്പ പറഞ്ഞു നീ പോയി അവിടെ ഇരിക്കും, മോനെ വിളിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന്. അപ്പം ഞാൻ 4 മണി തൊട്ട് ദിവസം കൊണ്ട് ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട വിടുക, തിരിച്ച് വിളിച്ചോണ്ട് വരിക. ശരിക്കും പേടിയായി. കാരണം ഇവരുടെ കോള് കണ്ടിന്യൂ സാറ്റർഡേ കോള് വന്നു, ഇത് ഇത്രയും പൈസ പോയി. സൺഡേ ഇവർ കണ്ടിന്യൂ 4 വട്ടം കോള് ചെയ്തിട്ടുണ്ട്, മൺഡേ കോള് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടിന്യൂ ആയപ്പം പേരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് ശരിക്കും പേടിയുണ്ട്. ഈ പ്രശ്നത്തില്ലേ നമ്മൾ സമാജമൊക്കെ കാര്യമായി ഇടപെട്ടു. എന്താണ് ഇപ്പോൾ ഇതിന്റെ പോലീസ് കേസൊക്കെ ആയോ? പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസുകാർ ബാങ്കുകാർ പറയുന്നത് പൈസ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ FIR വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോലീസുകാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ 2-3 ദിവസം പിടിക്കും FIR ചെയ്യാനെ കൊണ്ട്. എന്താണ് സ്റ്റാറ്റസ് ഇവിടെ നോക്കിയിട്ട് FIRൻ്റെ പേപ്പർ തരാം. എന്നിട്ട് ഈ പേപ്പർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇട്ട പൈസ പുള്ളിയുടെ നിന്ന് പോയിട്ടുണ്ട് 13,000 രൂപ, ബാക്കി 22,000 രൂപ ബാങ്ക് ഹോൾഡ് ചെയ്തിരിക്കുവാണ്. ഈ FIR കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർ 22,000 രൂപ തിരിച്ചു പോയുടെ അക്കൗണ്ടിൽ ഇടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെന്ന് പറഞ്ഞാൽ ഡോംബിവലി കല്യാൺ ഏരിയയിൽ ഏകദേശം 3 ലക്ഷത്തോളം മലയാളികൾ മാത്രം താമസിക്കുന്നുണ്ട്. പിന്നെ അന്യ സ്ഥലത്തുള്ള ആൾക്കാരും താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചീറ്റിംഗ് പരിപാടി ഒരുപാട് ഡേ ബൈ ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു നമ്മുടെ സുഹൃത്തായിട്ടുള്ള തോമസിന് പറ്റിയതിൻ്റെ കൂട്ട് വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഡോംബിവലി കേരളീയ സമാജത്തിൻ്റെ ചെയർമാൻ എന്നുള്ളതിൽ വർഗീസ് ഡാനിയൽ പറയുകയാണ് ഈ കാര്യം. നമ്മൾ ഇതിലൊരു അവയർനെസ് ഒക്കെ ഇനി ആളുകൾക്ക് കൊടുക്കേണ്ടി വരും അല്ലേ സമാജത്തിൽ? ഇനിയിപ്പോൾ ആൾറെഡി കേരളീയ സമാജത്തിൽ ഞങ്ങളൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ജനങ്ങളിൽ കൂടെ എത്തിപ്പെടണം. കാരണം പാവപ്പെട്ട ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് എങ്ങനെയും വീട് കഴിയാമെന്ന് ഉദ്ദേശിക്കുന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ജോലി തിരക്കിൽ ഇങ്ങനെയുള്ള ഫോണുകൾ വരുന്നത്. വേറൊരു ഫോണിൽ കൂടെ സംസാരിക്കാൻ തരത്തില്ല, ആ ഫോൺ കട്ട് ചെയ്യാനും സമ്മതിക്കത്തില്ല. പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാരെ പെട്ടെന്ന് പേടിപ്പിച്ചുകൊണ്ട്, ആ സിറ്റുവേഷനിൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് ഈ ആൾക്കാരെ ത്രട്ടനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. ഇതിനെ എങ്ങനെയായാലും ഇനിയും ഒരു ആൾ പോലും ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഡേ ബൈ ഡേ ഓരോ ദിവസം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് മലയാളികൾക്കിടയിൽ മുംബൈയിൽ നിന്ന് വരുന്നത്. ഡോംബിവലിയിൽ നിന്ന് ഏറ്റവും ഒടുവിലെ അനുഭവം നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഡോംബിവലിയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.